കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടപ്പ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപ്. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളുമെന്നുറപ്പ് എന്ന പോസ്റ്റ് കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ടു. വെടിയുതിർത്തത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ FB പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ഇയാൾ തീരുമാനിച്ചുറച്ച് നടത്തിയ കൊലപാതകം എന്ന് തന്നെയല്ലേ? ഇതേക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? പ്രവിധ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പോലീസ് അരുൺ തുടരാം. പ്രവിധ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. പ്രതി ഈ കൊലപാതകം കൃത്യം നടത്തുമ്പോൾ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടന്നത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യ മാതാവിനായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ചാണ്. പോയിന്റ് ബ്ലാങ്കിലാണ് വെടിയുതിർത്തത് എന്നുകൂടി പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് മരണ കാരണം എന്നതാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് പങ്കുവെക്കുന്നത്. അതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫോണിൽ ഇതിനു മുമ്പും ഈ രാധാകൃഷ്ണനെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ അത് തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോഴും പോലീസ് തിരിച്ചു പറയുന്നില്ല. ഇയാൾ പല കാര്യങ്ങളും വ്യക്തമായി, അതായത് പരസ്പര വിരുദ്ധമായാണ് ഇപ്പോൾ പോലീസിനോട് മറുപടി പറയുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിന് മുമ്പും ശേഷവും ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു എന്നതാണ്. അതിൽ കൊലപാതകത്തിന് മുമ്പ് തോക്ക് കൈവശം വെച്ച ഒരു ഫോട്ടോ പങ്കുവച്ചു. കൊലപാതകത്തിന് ശേഷം, കൊലപാതകം നടത്തിയ ഉടൻ തന്നെ ഇയാൾ മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ കൃത്യം നടപ്പിലാക്കിയെന്നൊരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് കൂടി ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ് എന്നൊരു ഇപ്പോൾ പോലീസ് എന്തായാലും എത്തുന്നത്. അതിനാണ് ഈ തോക്ക് കൈവശം വെച്ച് അയാൾ പോയത് എന്ന കാര്യമാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ തോക്ക് കൈവശം വെച്ചുള്ള പോസ്റ്റുകൾ ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ഈ രീതിയിൽ ഇയാളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണനെ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി എന്തായാലും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് എന്തായാലും കടന്നിട്ടുണ്ട്. വളരെ ക്രൂരമായ കൊലപാതകമാണ്. വിളിച്ചു വരുത്തി അവിടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി പോയിന്റ് ബ്ലാങ്കിൽ ഈ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ്. പക്ഷേ ഈ മോട്ടീവുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണമെന്ന് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമായിരിക്കില്ല എന്നൊരു സൂചന കൂടി പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതി പെരുമ്പടവ് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാളെക്കുറിച്ച് എന്താണ് നാട്ടുകാർ പറയുന്നത്? ഏറെക്കാലമായി ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളാണോ ഇയാൾ? പ്രവിധ പെരുമ്പടവ് സ്വദേശിയാണ്. പക്ഷേ ഇയാളുടെ ശരിക്കും യഥാർത്ഥ നാട് എന്ന് പറയുന്നത് ശ്രീകണ്ഠാപുരം ഇരിക്കൂറാണ്. ഇയാൾ കുറച്ചു നാളായി പെരുമ്പടവിലാണ് താമസമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം. ഈ നാട്ടുകാർക്ക് ഇയാളെ സംബന്ധിച്ച് മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. കാരണം ഇയാൾ കൈതപ്പുറം സ്വദേശിയല്ല. അവിടെയുള്ള നാട്ടുകാർക്ക് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയില്ല. ഈ കൊലപാതകം നടന്നയുടൻ തൊട്ട് സമീപമുള്ള ഒരു മൈതാനത്തിലൂടെ കളിച്ചുകൊണ്ടിരുന്നവരാണ് ആദ്യം അങ്ങോട്ട് ഓടിയെത്തിയത്. അപ്പോൾ തന്നെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നതാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്നതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ശരി അരുൺ, എന്തായാലും പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കരുതിക്കുട്ടിയുള്ള കൊലപാതകമെന്ന് തെളിയിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. കണ്ണൂർ കൈതപ്രത്താണ് 49-കാരനെ വെടിവെച്ച് കൊന്നത്. രാധാകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നതിൽ ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണം തുടരുന്നുവെന്നാണ് അരുൺ പൂപ്പറമ്പ് നൽകുന്ന വിവരം.